ഹലോ ഡേയ്സ്, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. അങ്ങനെ ഒരു ശനിയാഴ്ച ദിവസം നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആയി ഇരിക്കുകയാണ്. വളരെയധികം ഡ്രമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നലെ നടന്നത്. ആക്ച്വലി ഇന്നലെ ആദ്യം NSE ഡിക്ലെയർ ചെയ്തിരുന്നത് 2 സെക്ഷനിലായിട്ട് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സിസ്റ്റം ചെക്ക് ചെയ്യാനായിട്ട് രാവിലെ 9:15 മുതൽ ഒരു 10:30 വരെയും പിന്നീട് 11:30 മുതൽ 12 വരെയുള്ള 2 സെക്ഷനിലായിട്ട് ട്രേഡ് ഉണ്ടാകുമെന്നായിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രധാന ഉദ്ദേശം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് തന്നെയായിരുന്നു. NSE അത് ഡിക്ലെയർ ചെയ്തതുമാണ്. അതിനുശേഷമാണ് ഇന്നലെ ഒരു രാത്രി 10:30 കൂടിയിട്ട് തീരുമാനം വന്നത് ഇന്ന് സാധാരണ പോലെ ഒരു ഫുൾ ഡേ ട്രേഡിംഗ് ആയിട്ട് മാറുമെന്നുള്ളത്. പ്രധാനമായിട്ടും RBI തിങ്കളാഴ്ച ദിവസം റാം മന്ദിറിൻ്റെ ഇനാഗ്രേഷൻ കാരണം മണി മാർക്കറ്റിന് അവധിയാണ്, എക്സ്ചേഞ്ചുകൾക്ക് അവധിയാണ്. കൂടെ അതിനുശേഷം മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെൻറ് മഹാരാഷ്ട്രയിൽ അവധിയായി. അതുകൊണ്ട് തിങ്കളാഴ്ച നമ്മളുടെ മാർക്കറ്റ് അവധിയാണ്. ആ ഒരു അവധി കാരണം ഇന്ന് ഒരു ഫുൾ ഡേ മാർക്കറ്റ് ആയി മാറിയതാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ സമയത്ത് തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷമാണ് തീരുമാനങ്ങളെല്ലാം തന്നെ മാറിയത്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ പ്രീ മാർക്കറ്റ് നമുക്ക് ഇല്ലാതെ പോയത്. ഈവൻ ഇപ്പോൾ പോസ്റ്റ് മാർക്കറ്റ് സമയത്തും ഇപ്പോൾ ഞാനുള്ളത് കോഴിക്കോട് ഹോട്ടലിൽ ഇപ്പോൾ ചെക്ക് ഇൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പോസ്റ്റ് മാർക്കറ്റും ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു മാർക്കറ്റ് ദിവസം ആകേണ്ട ദിവസമായിരുന്നു. കാരണം ഇന്നലെ നമ്മളുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റ് അതിശക്തമായ രീതിയിൽ റാലി രേഖപ്പെടുത്തി. നാസ്ഡാക്ക് 15,000 സ്പോട്ടുള്ളത്. ഡോയും റാലി രേഖപ്പെടുത്തി. ആദ്യ സമയങ്ങളിൽ ആപ്പിൾ ഏകദേശം 2.83 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പുള്ള ആപ്പിളിന് അടിക്കടി ഡൗൺഗ്രേഡ് വന്നു. അതിനുശേഷമാണ് ബാങ്ക് ഓഫ് അമേരിക്ക ആപ്പിളിന് അപ്ഗ്രേഡ് ചെയ്തത്. ഇതിൻ്റെ ഭാഗമായിട്ട് US ടെക്നോളജി കമ്പനീസിലെല്ലാം തന്നെ വളരെ ശക്തമായൊരു ഉണർവ് കിട്ടി. US മാർക്കറ്റ് ശക്തമായൊരു റാലി രേഖപ്പെടുത്തി. ഇന്ത്യൻ മാർക്കറ്റും ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. പക്ഷേ ആ ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത ആ ഒരു ഗെയിൻ നിലനിർത്താനായിട്ട് പറ്റിയില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നിഫ്റ്റിയുടെ ചാർട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ കാണുന്ന പോലെ തന്നെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. 21,720 ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം 170 പോയിൻറ്റിൻ്റെ ഒരു ഫോളാണ് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ളത്. ഘട്ടം ഘട്ടമായിട്ട് മാർക്കറ്റ് താഴേക്ക് പതിച്ചു. നമുക്കറിയാം FISൻ്റെ ഭാഗത്തു നിന്ന് അതിശക്തമായിട്ടുള്ള ഒരു സെല്ലിംഗ് ആണ് ഉള്ളത്. ഈ ഒരു 4 ദിവസം കൊണ്ട് തന്നെ FIS ഇന്ത്യൻ മാർക്കറ്റിൽ ഓൾമോസ്റ്റ് ഒരു 30,000 കോടി രൂപക്ക് അടുത്ത് സെല്ല് നടത്തി കഴിഞ്ഞു. നിഫ്റ്റി ഇന്ന് 50 പോയിൻറ്റ് ഫോളായി. സെൻസെക്സ് 259 പോയിൻറ്റ് ഫോളായി. ബാങ്ക് നിഫ്റ്റി 357 പോയിൻറ്റിൻ്റെ ഗെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം HDFC ബാങ്ക് ഇന്ന് ഫർദറായിട്ട് ഫോളോ ആയില്ല എന്നുള്ളതാണ്. ഈ നിഫ്റ്റി ഇടിയാനായിട്ടുള്ള പ്രധാന കാരണം HULും റിലയൻസും ആണ്. റിലയൻസ് ഏകദേശം ഒരു 11% അപ്പ് ഉണ്ടായെങ്കിൽ കൂടിയും GDRൽ റിലയൻസ് 1.3% ഒരു ഫോള് ഉണ്ടായി. HUL ഫോളോ ആവാനുള്ള കാരണങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. NSEയിൽ 1087 കമ്പനീസ് ഗെയിനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1060 കമ്പനീസ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. കോൾ ഇന്ത്യ, അദാനി പോർട്ട്, അദാനി എൻ്റർപ്രൈസസ്, കൊട്ടക് ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങിയ കമ്പനീസ് 4 മുതൽ 4% വരെയുള്ള റാലി, കോൾ ഇന്ത്യയൊക്കെ 4% റാലി രേഖപ്പെടുത്തിയപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത് HUL 3.25%, MNM 2%, TCS 2%, ഇൻഡസൻ ബാങ്ക് 1.5%, HCL ടെക് 1.5% ഒരു ഫോളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. പ്രധാനമായിട്ടും എന്താണ് സംഭവിച്ചിട്ടുള്ളത് സ്റ്റോക്കുകളിൽ എന്നുള്ളത് കാണാം. ഇന്ന് 2 റിസൾട്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. ഒന്ന് ICICI ബാങ്കിൻ്റെ റിസൾട്ടും 2 കൊട്ടക് ബാങ്കിൻ്റെ റിസൾട്ടും. അപ്പോൾ നിഫ്റ്റി 50യിൽ ഇൻഡെക്സ് ഹെവി വെയിറ്റ് കമ്പനികളുടെ റിസൾട്ട് ഓൾമോസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുണ്ട് ഒരുപാട് ഏഷ്യൻ പെയിൻറ്റ് ഉൾപ്പെടെയുള്ള കമ്പനീസിൻ്റെ റിസൾട്ട് വരാനുണ്ട്. എങ്കിലും HUL അല്ലെങ്കിൽ IT കമ്പനീസ്, റിലയൻസ്, HDFC തുടങ്ങിയ കമ്പനീസിൻ്റെ എല്ലാം തന്നെ റിസൾട്ട് വന്നു. കൊട്ടാക് മഹേന്ദ്ര ബാങ്കിൻ്റെ റിസൾട്ട് വന്നു. 8% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തി. കൂടാതെ തന്നെ ഇവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം എല്ലാം തന്നെ ഉയർന്നിട്ടുണ്ട്. പക്ഷേ സ്ട്രീറ്റ് എസ്റ്റിമേറ്റ് ചെയ്തത് 3,250 കോടി രൂപയാണ്. കമ്പനി നേടിയിട്ടുള്ളത് 3,005 കോടി രൂപ. കമ്പനികളുടെ ഫലപ്രഖ്യാപനം വരുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. പ്രമുഖ എസ്റ്റിമേറ്റ് സ്ഥാപനങ്ങൾ അവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന റിസൾട്ടിന് അനുപാതികമായിട്ട് കമ്പനി റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ കൂടിയും അത് കാരണം മാർക്കറ്റ് ചില സമയത്ത് ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് ചില സമയത്ത് ഫോളോ ചെയ്യാറുണ്ട്. കൊട്ടാക് ബാങ്ക് ഫോളോ ആകുമെന്നല്ല എൻ്റെ പോയിന്റ്, ഫോളോ ചെയ്യാറുണ്ട്. HUL അങ്ങനെ കഴിഞ്ഞ ദിവസം സ്ട്രീറ്റ് എസ്റ്റിമേറ്റ് അനുസരിച്ച് ഉയരാത്ത കമ്പനീനെ HUL ഇന്ന് 3.5% ഫോള് രേഖപ്പെടുത്തി. HUL അതിന് ഉദാഹരണമാണ്
രണ്ട് കാരണം കൂടി ഉണ്ട്. എച്ച് യു എല്ലിന് അനലിസ്റ്റുകളെല്ലാം തന്നെ വീണ്ടും ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ജെ കെ സിമൻറ്റ് കമ്പനി റിസൾട്ട് വന്നപ്പോൾ 663% ഭീകരമായ രീതിയിൽ നെറ്റ് പ്രോഫിറ്റ് ഉയർന്ന കമ്പനിയാണ് ജെ കെ സിമൻറ്റ്. 37 കോടി രൂപയിൽ നിന്ന് 284 കോടി രൂപയിലേക്ക് ഇവരുടെ ആദായം ഉയർത്താനായിട്ട് പറ്റി. IRDA കമ്പനി Q3 റിസൾട്ട് വന്നു. ഇപ്പോൾ കമ്പനി സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് IPOയിൽ എത്രയാണോ പ്രൈസ് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ഏകദേശം ഒരു 40 മടങ്ങ് കൂടുതലാണ്. നെറ്റ് പ്രോഫിറ്റിൽ 67% വർധനവ് കണ്ടു. ക്യാൻ ഫിനിഷ് ഹോംസ് നെറ്റ് പ്രോഫിറ്റിൽ 32% വർധനവ് കണ്ടിട്ടുണ്ട്. തേജസ് നെറ്റ്വർക്ക് ഇവർ ലോസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടാതെ തന്നെ ലോസ് കമ്പനി വർദ്ധിപ്പിച്ചതായിട്ടും കാണാൻ സാധിക്കും. ഇന്ന് സ്റ്റോക്ക് ഫോളോ ചെയ്തിട്ടുണ്ട്. ലോസ് വർദ്ധിച്ച് 45 കോടി രൂപയാണ് ഇത്തവണയും ലോസ് ഉണ്ടാക്കിയിട്ടുള്ളത്. HFCL കമ്പനി 11% റാലി രേഖപ്പെടുത്തി. കമ്പനിക്ക് 623 കോടി രൂപയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ICICI ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 24% വർധനവ് രേഖപ്പെടുത്തി. 10,272 കോടി രൂപയാണ് ICICI ബാങ്കിൻ്റെ റിസൾട്ട് ഉള്ളത്. ഇനി തിങ്കളാഴ്ച നമ്മുടെ മാർക്കറ്റ് ഇല്ല. US മാർക്കറ്റ് ഉണ്ട്, ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഉണ്ട് ഇന്ന്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച എക്സ്പയറി ഉള്ള ബാങ്ക് എക്സിൻ്റെയും മിഡ് ക്യാപ്പിൻ്റെയും എക്സ്പയറി, കൂടാതെ തന്നെ സെൻസെക്സിൻ്റെ എക്സ്പയറി ഇന്ന് ആണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ടാകാം സെൻസെക്സ് അല്ല, മിഡ് ക്യാപ്പിൻ്റെയും ബാങ്ക് എക്സിൻ്റെയും എക്സ്പയറി ഇന്നാണ് നടന്നിട്ടുള്ളത്. സെൻസെക്സിൻ്റെ എക്സ്പയറി ഇന്നലെയായിരുന്നു. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് മാർക്കറ്റ് കുറച്ചധികം വോളറ്റൈൽ ആയിട്ടുള്ളത്. ഇനി സ്ട്രൈറ്റ് അവേ നമുക്ക് ചൊവ്വാഴ്ച നിഫ്റ്റിയുടെ എക്സ്പയറിയിലേക്ക് വേണ്ടി നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഔട്ട്ലുക്ക് ഇനി നാളെയല്ല ഉണ്ടാവുക. മാർക്കറ്റ് ഔട്ട്ലുക്ക് തിങ്കളാഴ്ച വൈകിട്ടാണ് മാർക്കറ്റ് ഔട്ട്ലുക്ക് ഉണ്ടാകുക. കാരണം നാളെ സൺഡേ, നാളെ മാർക്കറ്റ് ഔട്ട്ലുക്ക് ചെയ്താൽ തിങ്കളാഴ്ച മാർക്കറ്റ് ഇല്ല. അതുകൊണ്ട് തിങ്കളാഴ്ച വൈകിട്ട് മാർക്കറ്റ് ഔട്ട്ലുക്ക് ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ദിനം ആശംസിക്കുന്നു. ഞാനും കോഴിക്കോടിൻ്റെ ബീച്ചുകളിലേക്കൊക്കെ വീക്കെൻഡ് എൻജോയ് ചെയ്യാനായിട്ട് പോവുകയാണ്. താങ്ക് യു. ബൈ ഓൾ.